എടാ പ്ലാച്ചി, നീ ഒറ്റൊരുത്തൻ കാരണമാണ് എനിക്ക് തള്ളയ്ക്ക് വിളിയും തന്തയ്ക്ക് വിളിയും എല്ലാം കേൾക്കേണ്ടി വന്നത്. ഞാനും അനുമോളുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ നീ ഇടപെട്ടു. അപ്പം നിന്നെ ഞാൻ എടുത്ത് എറിഞ്ഞു. അപ്പോൾ ആ എറിഞ്ഞതിൻ്റെ പേരിൽ നാട്ടുകാർ എന്നെ എടുത്ത് പഞ്ഞി കിട്ടു, തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു എന്ന് അപ്പാനി ശരത്ത് അനുമോളോട് പറയുന്നുണ്ട്. അനുമോളും അപ്പാനി ശരത്തും കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അനുമോളെ നമുക്ക് ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് പ്ലാച്ചിമടയിലെ താഴെയുള്ള അനുമോളുടെ ബെഡിൽ ഇരുന്ന് സംസാരിക്കാൻ പോകുന്നു. ആ സമയത്താണ് പ്ലാച്ചീനെ അപ്പാനി ശരത്ത് കാണുന്നത്. അപ്പോഴാണ് ഈ ഒരു ഡയലോഗെല്ലാം പ്ലാച്ചിയുടെ മുഖത്ത് നോക്കി പറയുന്നതും. പക്ഷേ ബിഗ് ബോസ് അത് പ്രശ്നമുണ്ടാക്കി. കാരണം പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും അപ്പാനി ശരത്ത് പറഞ്ഞല്ലോ, അനുമോൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ടേഴ്സ് ഉള്ളത് കൊണ്ടായിരിക്കാമല്ലോ പ്ലാച്ചീനെ തൊട്ട് കഴിഞ്ഞപ്പോൾ അപ്പാനി ശരത്തിൻ്റെ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നത്. അപ്പോൾ അത് അനുമോളോട് ഇൻഡയറക്റ്റ്ലി പറഞ്ഞതായിരിക്കാം. അതുകൊണ്ട് തന്നെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ശരത്തിനൊരു വാണിംഗ് എന്ന പോലെ ശരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന് ശരത്തിന് ഒരു വാണിംഗ് കൂടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. എന്തായാലും പ്ലാച്ചീനെ തൊട്ടതിൻ്റെ പേരിൽ തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയൊക്കെ ഒരുപാട് കേൾക്കേണ്ടി വന്ന കാര്യം ശരത്ത് തന്നെ അനുമോളുടെ അടുത്ത് തുറന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ ലൈവിൽ പോയ 6 മത്സരാർത്ഥികൾ തിരിച്ച് കയറിയിട്ടുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.